വെൽക്കം ടു ട്രൈഡൂട്ട്. വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മാർക്കറ്റ് ഈ ഒരു ക്യാൻഡലിന്റെ ഹൈയിലും അതുപോലെ ഈ ക്യാൻഡലിന്റെ ഓപ്പണിംഗ് പ്രൈസിന്റെ ഉള്ളിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എക്സ്പെഷ്യലി കഴിഞ്ഞ 3 മാസം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോളേഷൻ ആയിരുന്നു. ഈ ഒരു മാസം ഓപ്പൺ ചെയ്തിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്ത ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. നോക്കിയാൽ കാണാം, കണ്ടിന്യൂസ് ആയിട്ട് റിജക്ഷൻ കിട്ടിയിരിക്കുന്ന ലെവലാണ്. ആ ലെവലിൽ നിന്ന് മുകളിലോട്ട് പോകുന്നുണ്ട്. സോ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള മിനിമം എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആണ്. ആ ഒരു ഹൈ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് എത്താൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്നത് ക്യാൻഡലില് ലോ എന്ന് പറയുന്നത് ഈ ക്യാൻഡലിലെ ലോയിലേക്കാണ്. അതും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് മന്ത്ലി ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് വീക്കിലി ചാർട്ടിലോട്ട് പോവാം. വീക്കിലിയിൽ നോക്കുമ്പോൾ കാണാം മാർക്കറ്റ് ശക്തമായിട്ട് തന്നെ റിജക്ഷൻ ഏരിയാസ്, ഈ റിജക്ഷൻ ഏരിയയിൽ വന്നിട്ട് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ വീക്കിലിയിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ചുകൂടി മുകളിൽ ഈ ഒരു ലെവലിലേക്ക് വീക്കിലിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. താഴോട്ടേക്ക് ഇനി വീക്കിലി നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ച മന്ത്ലിയുടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ലെവൽ എന്ന് പറയുന്നതും ഈ ലെവലുമാണ്. അതും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡേയിലേക്ക് പോവാം. ഡേയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുകളിലോട്ടാണ്. പക്ഷെ എന്നിരുന്നാലും ഡേയില് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ്. അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഡേയിൽ നോക്കിയാൽ കാണാം, ഇവിടെയെല്ലാം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിനെ ഇപ്പൊ മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കത് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്തും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടും ഈ ലെവലിലുണ്ട്. അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഡേയിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോവാം. 4 ഹവറിൽ പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു നല്ലൊരു കൺസോളേഷൻ ആയിരുന്നു. മാർക്കറ്റ് ഈ റേഞ്ചിന്റെ ഉള്ളിൽ ഈ ഒരു കൺസോളേഷൻ ആണ്. എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ട് മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് എടുത്ത ഏരിയ ആണ് ഈ ലെവല്. ആ ലെവലിനെ 4 ഹവറിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ റേഞ്ചാണ് നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ ഉള്ളു 4 ഹവറിന്റെ. അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. സോ അത് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓൾ ടൈം ഹൈനെ ഒന്ന് കുറച്ച് മുകളിലോട്ട് കയറ്റി വെക്കുന്നുണ്ട്. അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ നേരത്തെ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ 1 ഡേയുടെ ഒന്ന് താഴോട്ടേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 4 ഹവറിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ 1 ഹവറിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു FEG ഇവിടെ ഉണ്ട്. ആ ഒരു FEGയിലേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു FEGയിൽ വന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാമെന്നുള്ള രീതിയിലാണ്. അതായത് ഒരു പുൾ ബാക്കിന് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള 1-2 ഏരിയ, ഒന്ന് ഇത്, രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ 2 ലെവലിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ്, അതായത് ഈ ഒരു ഏരിയയുടെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3375.660 ആൻഡ് 3385.468. അതുപോലെ തന്നെ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ 3428.452, അതുപോലെ 3451.530. ഇനി താഴെയിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റെസിസ്റ്റൻസുകളെ ഒന്ന് നോക്കാം. 3268.056 ആൻഡ് 3298.923. ഇനി അതുപോലെ തന്നെ ഇവിടുത്തെ സപ്പോർട്ടിനെ ഒന്ന് നോക്കാം. 3193.051 ആൻഡ് 3222.187. അപ്പൊ ഇത്രയാണ്. ഇനി നമുക്ക് 1 ഹവറിന്റെ ഒരു സപ്പോർട്ട് റേഞ്ച് കൂടി നമുക്കൊന്ന് നോക്കാം. 3304.116 ആൻഡ് 3315.018. അതുപോലെ തന്നെ ഇതിന്റെ 3335.849 ആൻഡ് 3345.946. ഇനി എൻട്രി സാധ്യതകൾ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ഏരിയ ഇവിടെയാണ്. രണ്ടാമത്തെ ഏരിയ ഈ ലെവലാണ്. ഈ 2 ഏരിയയിലേക്ക് വരുന്ന സമയത്ത് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, നല്ലൊരു കൺഫർമേഷൻ വീണ്ടും മുകളിലോട്ട് കിട്ടുകയാണെങ്കിൽ
മാർക്കറ്റ് വീണ്ടും ഈ റെഫ്യൂജിയെ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അവിടേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു 1 അവറിന്റെ ഒരു എഫ്ഇജി ഉണ്ട്. എഫ്ഇജി ഒരു സപ്ലൈ നടന്ന സോണും കൂടിയാണ്. അപ്പൊ ആ സോണിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കണം. അതിൽ നിന്ന് ഒരു പക്ഷേ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ റെഫ്യൂജിനെ റെസ്പെക്ട് ചെയ്യാതെ മുകളിലോട്ട് പോയിട്ടായിരിക്കും വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത. എന്തായാലും ഈ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുക. ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു സെല്ലൻട്രി എന്ന് പറയുന്നത്, ഒരു ക്ലിയർ സെല്ലൻട്രി എന്ന് പറയുന്നത് ഇതിന്റെ താഴെയാണ്. അതായത് മാർക്കറ്റ് ഈ റേഞ്ചിന് താഴെ വന്ന് മാത്രമേ നമുക്കൊരു ക്ലിയർ സെല്ലൻട്രി ഉള്ളൂ. അത് ഇവിടം വരെയാണ്. ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ സെല്ലൻട്രി എല്ലാം ചെറിയ ചെറിയ ഫുൾ ബാക്കുകളാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ചിലപ്പോൾ ട്രാപ്പിനും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നല്ല കൃത്യമായി കൺഫർമേഷൻ എടുക്കാൻ പറഞ്ഞത്. ഇനി അടുത്തത് ഈ റേഞ്ച് എന്ന് പറഞ്ഞ് വളരെ ഇമ്പോർട്ടന്റ് ആയ റേഞ്ച് ആണ്. റെസിസ്റ്റൻസ് റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെഫിനറ്റ്ലി ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയും ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ പറഞ്ഞ ഏരിയാസിലൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഏരിയാസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ചാർട്ടിൽ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.